എന്നോ ഞാൻ എൻ്റെ പാടി. അപ്പോൾ കിട്ടിയൊരു അപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. അതും ഇതേപോലെ തന്നെ ഒരുപാട് പേര് താലോലിക്കുന്ന പാട്ടാണ്. ഇപ്പോഴും ശ്രേയക്കുട്ടിയെ കാണുമ്പോൾ ആ പാട്ട് തന്നെയാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് എങ്ങനെയായി അതിലേക്ക് വന്നൊരു ജേർണി എന്തായിരുന്നു? അതിലേക്ക് വന്നത് നാദിർഷാങ്കിൾ ഒരു ദിവസം ഇങ്ങനെ വിളിച്ച് സംസാരിക്കാൻ അങ്ങനെ തുടങ്ങിയത്. ആ ഒരു കോൺവെർസേഷൻ അങ്ങനെ റെക്കോർഡിങ് ഒരു ദിവസം ഫിക്സ് ചെയ്തു. കൊച്ചിയിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൊച്ചിയിലൊരു സ്റ്റുഡിയോയിൽ പോയിട്ട് പാടി. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞ് അങ്കിൾ വീണ്ടും വിളിച്ചിട്ട് വന്നു അതൊന്നും കൂടി പാടണം, എൻ്റെ ത്രോട്ടിന് ഭയങ്കര ഒരു കരകരപ്പും മൂക്കടഞ്ഞ ഫീലൊക്കെ ആ പാടിയതിലുണ്ട്. ഫുൾ കരകരപ്പും പിന്നെ കുറച്ച് പിച്ചൗട്ടിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി പാടണമെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് വേറെ സ്റ്റുഡിയോയിൽ, യൂണിറ്റി സ്റ്റുഡിയോയിൽ പാടാൻ വീണ്ടും പോയി. അതും പാടി. എന്നാലും അവർ കൂടുതലും ആ പാട്ടിൽ ഒറിജിനലിലുള്ളത് എൻ്റെ ആ ക്രാക്കുള്ള വോയിസ്. അതായത് മീനാക്ഷി ഒരു സാധാരണ കുട്ടി സ്റ്റേജിൽ നിന്ന് പാടുന്നതിൽ കുറച്ച് ക്രാക്കും കാര്യങ്ങളും വരുമ്പോൾ അത്രയും പെർഫെക്ഷൻ, ഐ മീൻ അവർക്ക് ആ സീനിൽ വരികയാണല്ലോ. അങ്ങനെ ആ ക്രാക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സത്യത്തിൽ ആ പാട്ട് ഉള്ളത്. അതിൽ പലപ്പോൾ ഇപ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് അറിയാം അയ്യോ എന്നെനിക്ക് തോന്നും. കാരണം ഫുൾ കരകര ഒക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിലായിട്ട്. അങ്ങനെയാണ് അതിലേക്കുള്ളൊരു ജേർണി വരുന്നത്. പക്ഷേ അതെന്നാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ആണെങ്കിലും ഒരുപാട് സ്ഥലങ്ങൾ പോകാൻ കഴിഞ്ഞെങ്കിലും ഒരുപാട് അവാർഡ്സ് വാങ്ങാൻ കഴിഞ്ഞെങ്കിലും ഒക്കെ ആ പാട്ടിൽ കൂടെയാണ് തുടങ്ങുന്നത്.